എനിക്ക് തെങ്ങി കയറാൻ അറിയാം. ഞാൻ അവിടുത്തെ ലേക്ക് വില തെങ്ങിൽ കയറി. അപ്പോൾ ഈ കോളേജിൽ ആർക്കും തെങ്ങി കയറാൻ അറിയില്ലെന്ന്. അപ്പോൾ എല്ലാവരും ആരാധകരായിട്ട് താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ മാത്രം കണ്ടില്ല. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ മത്തായി അർക്കഞ്ചേൽ, അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ വന്ന് ബൈനോക്കുലർ വെച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിളിച്ചു വരുത്തി അദ്ദേഹം കർശനമായ താക്കീതൊക്കെ തന്നു. ഇനി അടുത്ത 2 വർഷവും അണ്ടർ സർവൈലൻസ് ആയിരിക്കുമെന്ന് പറയും. അടുത്ത 2 വർഷവും ഇവിടെ പഠിച്ച 5-6 വർഷക്കാലം ചെയ്ത കാര്യങ്ങളും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മീഡിയ നിൽക്കുക. പിന്നെ 1 കൊല്ലത്തേക്ക് അത് മാത്രമായിരിക്കും വാർത്ത. അത്രമാത്രം നല്ലതും അല്ലാത്തതുമൊക്കെ ഈ ക്യാമ്പസിൽ ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഇവിടെ നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത്. ഈ സ്റ്റേജിൽ നിന്നാണ്. എൻ്റെ അത്രയും ഈ സ്റ്റേജിൽ കയറിയെന്ന് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിൻ്റെ ചരിത്രത്തിലുണ്ടാവില്ല. ഈ ക്യാമ്പസ് ജീവിതത്തിൽ ഒരു കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റാത്ത, അതിനേക്കാൾ ഉപരിയായി ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അതിൽ 90% പേരും തേവര കോളേജിൽ എന്നോടൊപ്പം പഠിച്ചവരാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാവരും എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സൗഹൃദം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ, അമ്മയുടെ, ഭാര്യയുടെ, സഹോദരിയുടെ, മകളുടെ ആരും ഇത്തരമൊരു വിഷമം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാര്യം പുരുഷന്മാർ ശ്രദ്ധിക്കാറില്ല. അതങ്ങ് പോവും, അതങ്ങ് നടക്കട്ടെ എന്നാണ്. ഈ പ്രയാസം അനുഭവിക്കുമ്പോഴും അവർ വീടുകളിലെ അവരുടെ ജോലിയും ഓഫീസിൽ പോയി അവരുടെ ജോലിയും ചെയ്യുന്നവരാണ് എന്ന് സാധാരണ പുരുഷന്മാർ ഓർക്കാറില്ല. സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് അവർ ഉണ്ടാക്കി തുടങ്ങിയത്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമല്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഭക്ഷണമുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ മരുന്നുകളുണ്ട്. മരുന്നുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കാണ്? മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ് പ്രോട്ടോക്കോളിൽ ആ മരുന്നുകളുടെ പരീക്ഷ മുഴുവൻ നടന്നിരിക്കുന്നത് പുരുഷനെ ആധാരമാക്കിയാണ്. യഥാർത്ഥത്തിൽ പുരുഷന് വേണ്ടിയിട്ടാണ് മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടത് പ്രത്യേക മരുന്നുകളാണ്, അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ ആദ്യത്തെ വിക്ടിം എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളാണ്. ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ 50% സംവരണം സ്ത്രീകൾക്കാണ്. അപ്പോൾ പലരും പറഞ്ഞു ഇവർ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, അവർ വന്നിട്ട് അവർ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേ ഇരിക്കുന്ന നമ്മുടെ മേയർ, ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെയൊക്കെ നിയോജകമണ്ഡലത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? 50% സംവരണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ജനറൽ സീറ്റിലും 10% സ്ത്രീകൾ മത്സരിക്കുകയാണ്. 60% സംവരണം. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് 50% സംവരണം വേണം. ആ സ്ഥിതിയിലേക്ക് സംവരണം പോവുകയാണ്. ഇനി പാർലമെൻറ്റിൽ വരട്ടെ, ഇനി അസംബ്ലിയിൽ വരട്ടെ, എല്ലാ സ്ഥലങ്ങളിലേക്കും, പ്രൊഫഷണലുകളിൽ എല്ലായിടത്തേക്കും കയറി വരട്ടെ. കയറി വരാൻ അവർക്ക് കഴിയും. സ്ത്രീകൾ എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യാനുള്ളവരും വീട് അടിച്ചു തുടയ്ക്കാനുള്ളവരുമാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതികളെല്ലാം നമ്മൾ വലിച്ചെറിയണം. എല്ലാത്തിലും എല്ലാവരും പങ്കാളികളാകണം. വീട്ടിൽ കേൾക്കണ്ട എൻ്റെ ഭാര്യ ഈ പ്രസംഗം, വൈകുന്നേരം ചെല്ലുമ്പോൾ ചൂലെടുത്ത് തരും. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ മാനേജർ കൂടിയായ ഫാദർ വർഗീസ് പുതുശ്ശേരി, പ്രിയപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ അബു ജോൺ ജോസഫ്, പ്രിയങ്കരനായ എൻ്റെ സ്നേഹിതൻ ശ്രീ TJ വിനോദ് MLA, ബഹുമാന്യയായ മേയർ ശ്രീമതി VK മിനിമോൾ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഫ്രാങ്ക്ലിൻ ജോൺ സാർ, ഡോക്ടർ സ്മിത, ഡോക്ടർ റോബിൻ ചെറിയാൻ, ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരാൾ, എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ, എൻ്റെ എല്ലാ നല്ലതും കുറവുമെല്ലാം തിരിച്ചറിയാൻ നന്നായി അറിയാവുന്ന ഫാദർ ഓസ്റ്റിൻ മൊളേരിക്കൽ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, എൻ്റെ അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സാധാരണ ഒരാൾക്ക് ഇത്തരം ഘട്ടത്തിൽ തോന്നുന്നത് നിങ്ങളുടെ ഒരു പുതിയ വൊക്കാബുലറി ഉണ്ട്, ചെറുപ്പക്കാരുടെ നൊസ്തു എന്ന് പറയും.
അറിയോ? നൊസ്റ്റാൾജിക് മെമ്മറീസാണ്. ഇരുന്നപ്പോൾ ആലോചിച്ച കാര്യങ്ങളും ഇവിടെ പഠിച്ച 5-6 വർഷക്കാലം ചെയ്ത കാര്യങ്ങളും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മീഡിയ നിൽക്കുകയാണ്. പിന്നെ ഒരു കൊല്ലത്തേക്ക് അത് മാത്രമായിരിക്കും വാർത്ത. അത്രമാത്രം നല്ലതും അല്ലാത്തതുമൊക്കെ ഈ ക്യാമ്പസിൽ ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പെട്ടെന്നിരുന്നപ്പോൾ പുറകിലേക്ക് നോക്കിയത് ഇവിടെ ഒരു ജനലും ഒരു കിളിവാതിലും ഉണ്ട് പുറകിലേക്ക് കാണാൻ. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി വരുമ്പോൾ എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ആഴ്ച എല്ലാവരും ലേക്ക് ക്യൂവിലേക്ക് പോകും. ഇവിടെ വന്നാൽ അവിടെ പോവാത്തൊരു കുട്ടി പോലും ഉണ്ടാവില്ല. ഞങ്ങൾ ലേക്ക് ക്യൂവിലേക്ക് പോയി, ഞങ്ങളെല്ലാം കുട്ടികളെല്ലാവരും ചേർന്ന്. അപ്പോൾ എനിക്ക് തെങ്ങി കയറാനറിയാം. ഞാൻ അവിടുത്തെ ലേക്ക് ക്യൂവിലെ തെങ്ങിൽ കയറി. അപ്പോൾ ഈ കോളേജിൽ ആർക്കും തെങ്ങി കയറാൻ അറിയില്ല എന്ന്. അപ്പോൾ എല്ലാവരും ആരാധകരായിട്ട് താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ മാത്രം കണ്ടില്ല. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ മത്തായി അർക്കഞ്ചേൽ, അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ വന്ന് ബൈനോക്കുലർ വെച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ എനിക്ക് പിന്നെ എന്നും പഠിക്കുമ്പോൾ ഒക്കെ ഭീതിയാണ്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിൽ ഇതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി തെങ്ങിൻ്റെ മുകളിലിരിക്കും. പിന്നെ വിളിച്ചു വരുത്തി അദ്ദേഹം കർശനമായ താക്കീതൊക്കെ തന്നു. ഇനി അടുത്ത 2 വർഷവും അണ്ടർ സർവൈലൻസ് ആയിരിക്കുമെന്ന് പറയും. അടുത്ത 2 വർഷവും എൻ്റെ നീക്കങ്ങളെല്ലാം. പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഈ ഹാളിൽ വെച്ച് തന്നെ ഇവിടെ ജയറാം സാർ ഇരിക്കുന്നു. ജയറാം സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച അതിമനോഹരമായൊരു ആർട്ട് എക്സിബിഷനുണ്ട്. മറ്റു കോളേജുകളിലൊന്നും നടത്തി കാണില്ല അതുപോലത്തെ ഒരു ആർട്ട് എക്സിബിഷൻ. സാറ് തന്നെ ഒരു ചിത്രകാരനായിരുന്നു. സാറായിരുന്നതിൻ്റെ മുഖ്യ സംഘാടകൻ. ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഈ സ്റ്റേജിലാണ്. തലേ ദിവസം രാത്രി ഇത് തയ്യാറെടുക്കണ്ടേ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികളായ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇവിടെ മനോരമയും മാതൃഭൂമിയൊക്കെ വിരിച്ചിട്ടാണ് കിടന്നത്. അറിയാലോ, പത്രം വിരിച്ചിട്ടാണ് ഈ സ്റ്റേജിൽ കിടന്നുറങ്ങിയത്. അത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിയാണ്, ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത്. ഈ സ്റ്റേജിൽ നിന്നാണ്. എനിക്കൊരു ക്ലെയിമുണ്ട്. എനിക്കൊരു ക്ലെയിം. ഈ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ ഉണ്ടെങ്കിൽ ഈ തെളിവ് കൊണ്ടുവരട്ടെ. ഞാൻ എൻ്റെ അത്രയും ഈ സ്റ്റേജിൽ കയറിയെന്ന് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിൻ്റെ ചരിത്രത്തിലുണ്ടാവില്ല. അച്ഛനോട് ചോദിച്ചു നോക്കിയാൽ. ഒന്നാമത്തെ എല്ലാ വർഷവും ഇലക്ഷന് മത്സരിക്കും. പിന്നെ കോളേജ് യൂണിയൻ ഭാരവാഹി വരുമ്പോൾ കോളേജ് യൂണിയൻ്റെ എല്ലാ പരിപാടികളിലും സംസാരിക്കും. ഇവിടെ നിന്നാണ് ശരിക്കും സംസാരിക്കാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് സംസാരം തുടങ്ങിയത്. ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അന്നത്തെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അധ്യാപകരും ഇവിടേക്ക് വരും. മുഴുവൻ അധ്യാപകരും വരും. എല്ലാവരും കേൾക്കാൻ വേണ്ടി വരും. വളരെ രസകരമായ വാദപ്രതിവാദങ്ങളാണ് മീറ്റ് ദ കാൻഡിഡേറ്റിൻ്റെ ഇടയിൽ നടക്കുന്നത്. അതെല്ലാം ഈ ക്യാമ്പസിൻ്റെ സവിശേഷതകളായിരുന്നു. ഇവിടെ ഇരുന്നാൽ നേരത്തെ ഒരു നീലാകാശമായിരുന്നു മുകളിൽ. ഇപ്പം അത് മാറ്റി. ആ നീലാകാശമൊക്കെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടാണ് വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, അവരെല്ലാവരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്തിയവരാണ്. അധ്യാപകരെല്ലാം ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോഴൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരുന്നു. ലൈബ്രറിയനോട് ഇരിക്കുന്നുണ്ട്. അന്നത്തെ ഞങ്ങളെല്ലാം ലൈബ്രറിയിലുമൊക്കെ കയറി നിരന്തരമായി കയറി ഇറങ്ങുന്ന ആളുകളായിരുന്നു. ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ ക്യാമ്പസ് ജീവിതത്തിൽ ഒരു കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത, അതിനേക്കാൾ ഉപരിയായി ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അതിൽ 90% പേരും തേവര കോളേജിൽ എന്നോടൊപ്പം പഠിച്ചവരാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാവരും. അതിവിടെ അധ്യാപകർക്ക് അറിയാം, അടക്കം അറിയാം എല്ലാവരും. അവരെല്ലാവരും ഇവർക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും ഇപ്പോഴും കൂടെ ഉണ്ടാകും. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിൽ വിളിക്കും. ഇടയ്ക്ക് യാത്ര പോകും, ഇടയ്ക്ക് ഒരുമിച്ചിരിക്കും കുടുംബാംഗങ്ങളുമായി. ആരുടെ കുടുംബത്തിലും എന്ത് നടന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന അസാമാന്യമായ ഒരു സൗഹൃദമാണ് എനിക്ക് ഈ ക്യാമ്പസിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സൗഹൃദം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കണം എന്നാണ്.
ഞാൻ ഇനിയും സംസാരിച്ച് നീണ്ടുപോയാൽ ഈ യഥാർത്ഥ പരിപാടിയുടെ സംഘാടകർ വിഷമിക്കും. കാരണം പരിപാടി ഹേർത്തിയൻ വിമൻ സബ്മിറ്റാണ്, അതിൻ്റെ ഫസ്റ്റ് എഡിഷനാണ്. നമുക്കറിയാം, സ്ത്രീകൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ്. അവരുടെ ഉയർച്ച, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ സമൂഹത്തിലെ പങ്കാളിത്തം, അവരുടെ മുന്നേറ്റം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായ പരിപാടിയാണ് ഈ വിമൻ സമ്മിറ്റ്. ഞാൻ അതിൻ്റെ സംഘാടകരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്ത്രീകൾ മുന്നിലേക്ക് വരണം, ഒരു സംശയവും ആ കാര്യത്തിലില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നം, ഞാൻ ഈ +2 കുട്ടികൾക്കും 10th പാസ്സായ കുട്ടികൾക്കൊക്കെ അവാർഡ് കൊടുക്കും. അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിച്ചവർക്ക് ഫുൾ A+ കിട്ടിയവർക്കാണ് അവാർഡ്, MLA അവാർഡൊക്കെ കൊടുക്കും. 10 പെൺകുട്ടികൾ വന്നു കഴിയുമ്പോഴാണ് ഒരാൾ ആൺകുട്ടി അവാർഡ് മേടിക്കാൻ വരുന്നത്. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലും പോകുന്ന ഒരാളാണ് ഞാൻ. പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ: ഡൽഹി യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ സെൻറ്റ് സ്റ്റീഫൻസ്, മുംബൈ സെൻറ്റ് സേവിയേഴ്സ്, ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ്, ചെന്നൈയിലെ ലയോള സ്റ്റെല്ല മേരീസ്, അതുപോലെ കൽക്കട്ടയിൽ പോണ്ടിച്ചേരിയിലൊക്കെ ക്യാമ്പസിൽ ഞാൻ നിരന്തരമായി ക്യാമ്പസുകളിൽ പോയി കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്ന ആൾ. എല്ലായിടത്തും കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. പിന്നോക്കം നിന്നിരുന്ന ആ കുട്ടികൾ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് വരികയാണ്. സാമൂഹ്യമായി കൂടെ മുന്നോട്ട് വരണം, വളരെ ധീരതയോടുകൂടി മുന്നോട്ട് വരണം. ജീവിതത്തിലെ ഒരു പ്രതിസന്ധികളിലും തളർന്നു പോകാതെ, തകർന്നു പോകാതെ ധീരതയോടുകൂടി അതിനെ അതിജീവിക്കാൻ പഠിക്കണം. നമുക്ക് സ്വന്തമായി നന്നായി പഠിച്ച് സ്വന്തമായി ജോലി ഉണ്ടാകണം, സ്വന്തമായി വരുമാനമുണ്ടാകണം, കുടുംബത്തിലൊരു ഉണ്ടാകണം. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരായി നിങ്ങൾ വളർന്നു വരട്ടെ എന്നാണ് ഈ സമയത്ത് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ഭക്ഷണം പാകം ചെയ്യാനുള്ളവരും വീട് അടിച്ചു തുടയ്ക്കാനുള്ളവരുമാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്താഗതികളെല്ലാം നമ്മൾ വലിച്ചെറിയണം. എല്ലാത്തിലും എല്ലാവരും പങ്കാളികളാകണം. വീട്ടിൽ കേൾക്കണ്ട എൻ്റെ ഭാര്യ ഈ പ്രസംഗം, വൈകുന്നേരം ചെല്ലുമ്പോൾ ചൂലെടുത്ത് തരും. ഞാൻ പറഞ്ഞതൊരു ഇക്വാളിറ്റി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകണം. ഇക്വാളിറ്റി ഉണ്ടാകണം, തുല്യത ഉണ്ടാകണം, പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ആദരവോടുകൂടി നോക്കിക്കാണണം. പ്രത്യേകമായ പരിഗണനയും സ്ത്രീകൾക്ക് കൊടുക്കണം. ഞാൻ ഇന്നാൾ മാതൃഭൂമി ഫെസ്റ്റിവലിൽ വെച്ചൊരു കാര്യം പറഞ്ഞു. അപ്പോൾ വായിച്ച് തീർത്ത പുസ്തകം ഏതാണെന്ന് എന്നോട് ചോദിച്ചു. മാതൃഭൂമി ബുക്ക് ഫെയറിലാണ്. യഥാർത്ഥത്തിൽ എന്നെ വിസ്മയിപ്പിച്ച ഒരു പുസ്തകമാണ് ഞാനന്ന് വായിച്ചു തീർത്തത്. മെനോപോസ് ബ്രെയിൻ എന്ന് പറയുന്ന ലിസ മർക്കോണി എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് എഴുതിയ പുസ്തകമാണ്. അതിമനോഹരമായ പുസ്തകമാണ്. പുരുഷന്മാർ കാണാത്ത, അവരനുഭവിക്കാത്ത അനാറ്റമിയാണ് സ്ത്രീകൾക്കുള്ളത്. അപ്പോൾ അവർ കടന്നു പോകുന്ന പ്യൂബർട്ടി, ഡെലിവറി, മെനോപോസ്, പെരിമെനോപോസ്, പോസ്റ്റ് മെനോപോസ്, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിരിക്കുക. വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. പക്ഷെ വായിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ബ്ലീഡിങ്, സ്വെറ്റിങ്, ഡിപ്രഷൻ, പല ഘട്ടങ്ങളിലൂടെ സ്ത്രീകൾ കടന്നു പോകും. സത്യം പറഞ്ഞാൽ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാനന്ന് വളരെ ഗൗരവത്തോടു പറഞ്ഞു, നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ, അമ്മയുടെ, ഭാര്യയുടെ, സഹോദരിയുടെ, മകളുടെ ആരും ഇത്തരമൊരു വിഷമം നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാര്യം പുരുഷന്മാർ ശ്രദ്ധിക്കാറില്ല. അതങ്ങ് പോവും, അതങ്ങ് നടക്കട്ടെ എന്നാണ്. ഈ പ്രയാസം അനുഭവിക്കുമ്പോഴും അവർ വീടുകളിലെ അവരുടെ ജോലിയും ഓഫീസിൽ പോയി അവരുടെ ജോലിയും ചെയ്യുന്നവരാണ് എന്ന് സാധാരണ പുരുഷന്മാർ ഓർക്കാറില്ല. ഇത് സ്ത്രീകൾക്കുള്ള പുസ്തകമാണ്. ഞാൻ പിന്നീട് സജസ്റ്റ് ചെയ്തു എല്ലാ പുരുഷന്മാരും ആ പുസ്തകം വായിക്കണം എന്നാണ്. വേറൊരു കാര്യം, നമ്മളത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, മരുന്നുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കാണ്? മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ് പ്രോട്ടോക്കോളിൽ ആ മരുന്നുകളുടെ പരീക്ഷണം മുഴുവൻ നടന്നിരിക്കുന്നത് പുരുഷനെ ആധാരമാക്കിയാണ്. യഥാർത്ഥത്തിൽ പുരുഷന് വേണ്ടിയിട്ടാണ് മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടത് പ്രത്യേക മരുന്നുകളാണ്, അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഗൗരവതരമായ ചർച്ചയ്ക്ക് ലോകത്തിന് വിധേയമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇനി ഭക്ഷണം, സ്ത്രീകളാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലേ കൂടുതലും. ഇപ്പോൾ പുരുഷന്മാരൊക്കെ ഉണ്ടാക്കി തുടങ്ങി. പക്ഷേ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് അവർ ഉണ്ടാക്കി തുടങ്ങിയത്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമല്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഭക്ഷണമുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ മരുന്നുകളുണ്ട്. അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവരുടെ പ്രത്യേകതകളെ, സവിശേഷതകളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ വേണം. എല്ലാ കുടുംബങ്ങളിലും ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദങ്ങളുടെ വിക്ടിം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. സാമ്പത്തിക പ്രയാസമുണ്ടായാൽ, കുടുംബ തർക്കങ്ങളുണ്ടായാൽ, ഒരാൾക്ക് രോഗം വന്നാൽ അല്ലേ, ഒരാൾ വീട്ടിൽ കൂടുതൽ മദ്യപിക്കുന്ന ഒരാളുണ്ടായാൽ, കൂടുതൽ ഡ്രഗ്സ് കഴിക്കുന്ന ഒരാളുണ്ടായാൽ, കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ ആദ്യത്തെ വിക്ടിം എന്ന് പറയുന്നത് വീട്ടിലെ സ്ത്രീകളാണ്. അവർക്ക് എല്ലാ തരത്തിലുമുള്ളൊരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാകാൻ, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകാൻ, അവർക്ക് ധൈര്യമുണ്ടാകാൻ, അവർ ജീവിതത്തെ അചഞ്ചലമായി നേരിടാൻ അവർക്കുള്ള ആത്മവിശ്വാസം കൊടുക്കേണ്ട ചുമതല ഈ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത്തരം സബ്മിറ്റുകൾ അത്തരം വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഈ ചർച്ചകളെ കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ കേരളത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ 50% സംവരണം സ്ത്രീകൾക്കാണ്. അപ്പോൾ പലരും പറഞ്ഞു ഇവർ വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല, അവർ വന്നിട്ട് അവർ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേ ഇരിക്കുന്ന നമ്മുടെ മേയർ, ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെയൊക്കെ നിയോജകമണ്ഡലത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? 50% സംവരണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ജനറൽ സീറ്റിലും 10% സ്ത്രീകൾ മത്സരിക്കുകയാണ്. 60%മായി സംവരണം. അപ്പോൾ ഇപ്പോൾ പുരുഷന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് 50% സംവരണം വേണം. ആ സ്ഥിതിയിലേക്ക് സംവരണം പോവുകയാണ്. ഇനി പാർലമെൻറ്റിൽ വരട്ടെ, ഇനി അസംബ്ലിയിൽ വരട്ടെ, എല്ലാ സ്ഥലങ്ങളിലേക്കും, പ്രൊഫഷണലുകളിൽ എല്ലായിടത്തേക്കും കയറി വരട്ടെ. കയറി വരാൻ അവർക്ക് കഴിയും. ആ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഠിച്ച് മിടുമിടുക്കികളായി നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ മാത്രം സ്വപ്നമല്ല, ഈ നാടിൻ്റെ മുഴുവൻ സ്വപ്നമാണ്. ആ സ്വപ്നമായി മാറാൻ, ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് നിങ്ങൾക്ക് കരുത്ത് പകരുന്നതാവട്ടെ ഈ വിമൻ സബ്മിറ്റ് എഡിഷൻ 1 എന്ന് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.